കപ്പയും സമരക്കാരെ ഈ വാക്കിനിലേക്ക് കുത്തി നിറയ്ക്കണം. അനുഭവിക്കണം. ബ്രിട്ടനിനെതിരെ സമരം നടത്തുന്ന ഈ bloody Indians അനുഭവിക്കണം. Go fast. സ്വാതന്ത്ര്യം വേണമത്രേ ഈ നായകൾക്ക്. അതെ, ഇത് ഞങ്ങളുടെ രാജ്യം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടയ്ക്ക് മുമ്പിൽ ഓരോ ഇന്ത്യക്കാരനും മരിച്ചു വീഴുമ്പോഴും ഇവിടെ 1000 വിപ്ലവകാരികൾ ഉയർത്തെഴുന്നേൽക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മരണമണി മുഴങ്ങാം. കലയും ഞാൻ കലാപകാരികളെ മുഴുവനും ഈ വാഗണിലേക്ക് കുത്തി നിറയ്ക്ക്. ശ്വാസം കിട്ടാതെ പീട്ടാഞ്ഞു മറിക്കണം. നമ്മൾ തോൽക്കില്ല. നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടം ആവേശം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗുഡ്സ് വണ്ടിയിൽ വായുവിന്റെ ഒരു കണിക പോലും ലഭിക്കാതെ പിഴഞ്ഞു വീഴുമ്പോഴും അവർ നെഞ്ചിലേക്ക് സ്വന്തം സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഇന്നെവിടെ? പോരാട്ടങ്ങളിവിടെ അവസാനിക്കുന്നില്ല. അന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയായിരുന്നെങ്കിൽ ഇന്ന് ഈ മണ്ണിൽ മനുഷ്യന്റെയും പ്രകൃതിയുടെയും ജീവന് മുകളിൽ വിഷമഴ കഴിപ്പിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയാണ് ഈ പോരാട്ടം. എൻഡോസൾഫാൻ എന്ന മാരക വിഷം വിതച്ച മണ്ണിന്റെ വഴിയിലേക്ക്. നമ്മളിതെങ്ങനെ സഹിക്കും? ആകിണ്ടായിരുന്ന ഒരാള് അതിന്റെ പാല് വെച്ചല്ലേ നമ്മള് കഴിഞ്ഞത്. ഇപ്പൊ ഇതാ കൂട്ടില് ചത്ത് കിടക്കണം. എന്താ ഇന്നലെ വിമാനത്തിൽ വന്നല്ലേ എന്ന് ഒരു മരുന്ന് കഴിച്ചു പോയി. ഇപ്പൊ നിങ്ങളുടെ ആടല്ലേ സത്തുള്ളൂ. നിങ്ങള് സാമാന്യത് ഭാഗ്യം. വലിയ ആൾക്കാർക്കൊക്കെ മുളക്ക പട്ടിക്കും പൂച്ചയ്ക്കും സമ. അല്ലെങ്കിൽ മാൻസന്മാരെ താമസിക്കുന്ന ദുനിയാവില് ഇങ്ങനൊരു ക്രൂരത കാട്ടോരും. അല്ല കുഞ്ഞിക്കണ്ണ, ഇന്ന് പോയാലും മീനൊന്നും പിടിക്കാൻ പോയില്ലേ? എല്ലാപ്പുറം മീനൊക്കെ പോയി ചത്തു പോന്തിയേക്ക് പോയെ ആശ്രയിച്ചു കഴിഞ്ഞ ഈ കുഞ്ഞിക്കണ്ണന് കുടുംബം പട്ടിണിയായെന്ന് പറഞ്ഞാ മതിയല്ല. പോയിറങ്ങിയ അപ്പത്തോടും മേലാകെ ചൊറിച്ചില്. നമസ്കാരം. പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ മരണം 46. താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സമരവും ചികിത്സയിലെ അപര്യാപ്തതയും 16 വയസ്സുകാരിയുടെ മരണത്തിന് കാരണമായി. എൻഡോസൾഫാനെ കുറിച്ച് പഠിക്കാൻ നാളെ കേന്ദ്ര സംഘം കേരളത്തിൽ എത്തുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മൾ ലേഖകൻ മരിച്ച റേമിയുടെ വീട്ടിൽ നിന്നും. ദൈവം പോലും കൈവിട്ട് കളഞ്ഞല്ലോ എന്റെ മോളെ. ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ മോളെ. ഞാൻ നൊന്ത് പ്രസവിച്ചെന്റെ മോള് കൊന്നതാ മോളെ. പണക്കാരന്റെ പണം വെട്ടി പൊലിപ്പിക്കാൻ ഈ പാവപ്പെട്ടവരുടെ ജീവനം കൂടി വേണമെങ്കിൽ എന്നെയും കൊണ്ടുപോയി പച്ചയ്ക്ക് തിന്ന് ഇറങ്ങി പോയിക്കോണം. ചെകുത്താമാരെ വിഷം കുടിച്ചെന്നും മനുഷ്യക്കോലം നഷ്ടപ്പെട്ട ഞങ്ങളുടെ കുട്ടികളുടെ പടരത്ത് ഇനി പത്രക്കാരും ടിവിക്കാരും ആഘോഷിക്കണ്ട. സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം ഇന്ത്യൻ മണ്ണിലേക്ക് സമ്മാനിച്ച മഹാത്മാവേ, ഞങ്ങൾക്കൊരു ഉത്തരം താ. ഞാൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പണത്തിന് മുകളിൽ എന്റെ പടമുള്ളത് കൊണ്ട് എന്നെ മറന്നു കാണില്ല. ഗ്രാമസ്വരാജിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം ഓരോ ഗ്രാമത്തിന്റെയും സ്വയം പര്യാപ്തതയും. പക്ഷേ ഇന്നിപ്പോൾ വിഷം തീണ്ടാത്ത എന്തുണ്ട് ഗ്രാമങ്ങളിൽ? നിങ്ങളെ കുറിച്ച് എനിക്ക് സ്വപ്നങ്ങളില്ല. എന്റെ സ്വപ്നങ്ങൾ ഒരു വെടിയുണ്ട് ഈ നെഞ്ചിൽ പതിച്ച നിമിഷം തീർന്നു. എന്റെ സ്വപ്നങ്ങൾ ഏറ്റെടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിഷത്തുള്ളികളെ തപ്പിക്കില്ലായിരുന്നു. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം പോലും വിഷമാണ്, കൊടും വിഷം. ഇനി നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ ആദിത്യവർത്ത മണ്ണിന്റെ ആസതീർത്ഥം കുടിച്ച് ഞങ്ങളുടെ പൈതങ്ങൾ ചത്തു വീഴുമ്പോ ഒരാളും തുണയില്ലാത്ത ഞങ്ങളുടെ മേൽ കരുണയുടെ കടാക്ഷം തെളിക്കണമേ. മണ്ണുകാക്കും ദൈവങ്ങളെ, മണ്ണുകാക്കും ദൈവങ്ങളെ. സ്വാതന്ത്ര്യം എവിടെയാണ്
മനുഷ്യന്റെ സ്വാതന്ത്ര്യം? ആവർത്തിക്കപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കും ഭരണകൂടങ്ങൾ സൃഷ്ടിക്കുന്ന യുദ്ധങ്ങൾക്കും വിഷകുതിയന്മാരുടെ വിഷാഴങ്ങൾക്കുമിടയിൽ എവിടെയാണ് എന്റെ നാടിന്റെ സ്വാതന്ത്ര്യം? ചിന്തിക്കുക. നന്ദി, നമസ്കാരം.